വെള്ളിയാഴ്ച ഇറച്ചി കൂട്ടാത്തവന് ദീനിന് പുറത്തുനിന്ന് ഇസ്ലാമിലൊരു ചൊല്ലുണ്ടെന്ന് പറയണേക്കാം. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് മീനാണ് കിട്ടി. അപ്പോൾ മീനും കൊണ്ട് ഇന്ന് സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ ചെമ്മീനായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. നമ്മളിവിടെ ഇപ്പോൾ വെള്ളമൊന്നും മര്യാദക്ക് വരുന്നില്ല കേട്ടോ. ടാങ്കിലൊന്നും കയറുന്നില്ല. നമ്മൾ കുടിവെള്ളം ഇങ്ങനെ ചപ്പടത്തിൽ പിടിച്ച് വെക്കലാണ് കേട്ടോ പതിവ്. അപ്പോൾ രാവിലത്തെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ വേഗം ഒന്ന് പോയി കുളിച്ച് വേഗം ചോറൊക്കെ തിന്നതിന് ശേഷം ഞങ്ങളിത് ആ ചേലോട് മക്കാമിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഡെലിവറി സമയത്ത് ഡെലിവറി വേഗം കഴിഞ്ഞ് നോർമൽ ഡെലിവറി ആവാനും ആർക്കൊന്നും പറ്റാതെക്കാനും വേണ്ടിയിട്ടൊക്കെ ഞാൻ നേർച്ചയാക്കിയതായിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. എനിക്ക് മാത്രം ജീവനോടെ എനിക്ക് വരാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ കുട്ടീനെ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ആ കട എന്തായാലും വീട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉമ്മയും കൂടി പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ സൺസ്ക്രീനും മോയ്സ്ചറൈസിങ് ക്രീമും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഷാളായതുകൊണ്ട് എനിക്ക് മഫ്ത കുത്താനാണ് കേട്ടോ പൊതുവേ ഇഷ്ടം. അങ്ങനെ ഞാൻ മഫ്ത എടുത്ത് കുത്തുന്നുണ്ട്. ഈ കേസ് ഞാൻ സവാനയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ നമുക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് ഒറ്റ ബസ്സില്ല. അത് നമ്മൾ എങ്ങോട്ടേലൊക്കെ ഇറങ്ങിയാൽ സ്ഥിരം കഴിച്ചാൽ ഒറ്റ ബസ്സില്ല കേട്ടോ. അപ്പോൾ മോനിത് ഐസ്ക്രീം ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. 30 രൂപേൻ്റെ പിന്നെ മാംഗോ ബാറാണ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. നമ്മളെ ബസ് മാത്രമല്ല ബാക്കി എല്ലാ ബസ്സും തുരുതുരാ പോകുന്നുണ്ട്. അങ്ങനെ ഒരു നമുക്ക് ബസ് കിട്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ സീറ്റിൽ തന്നെ ഇരുന്നു. കാരണം പെട്ടെന്ന് ഇറങ്ങാനുള്ളതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും. അങ്ങനെ നമ്മൾ മക്കാമിലെത്തി അവിടെ പോയി പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. കാരണം അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബസ് കാത്തിക്കുകയാണ്. അവിടുന്ന് കുറേ നേരം ബസ്സൊക്കെ കാത്തു നിന്ന് നമ്മളെ ആ കടങ്ങ് വീട്ടിയിട്ട് നമ്മളങ്ങ് പോകുന്നു കേട്ടോ. കുറേ സങ്കടങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പറഞ്ഞ് ദുആറിന് വീട്ടിലേക്ക് പോയി.